ആ എഡിറ്റ് ക്യൂസ് അതില് നമ്മൾ പോയാൽ മതി. അപ്പൊ ജസ്റ്റ് അതാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് സപ്പോസ് നമുക്ക് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ മിക്കവാറും പിന്നീട് എപ്പോഴെങ്കിലും കോഴ്സ് പേജിൽ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മുടെ എവിടെയാണ് അസൈൻമെന്റ് 1 ക്യൂസ് ഞാൻ എവിടെയാണോ അത് ആഡ് ചെയ്തത്, ഇതായിരിക്കും. ഞാൻ എഡിറ്റ് ഒരു സെക്കൻഡ്. അസൈൻമെന്റിന് വരെ ഇന്റേണൽ അസസ്മെന്റ്, ഇന്റേണൽ എക്സാം. ഞാൻ രണ്ടാമത് എഴുതിയപ്പോൾ പേര് മാറിപ്പോയതുകൊണ്ടാണ്. ഒന്നും ഞാൻ ജസ്റ്റ് സേവ് ആൻഡ് ഡിസ്പ്ലേ ഒന്നുകൂടെ എടുക്കുക. എന്നിട്ട് ഇനി ഞാൻ കോഴ്സ് പേജിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇന്റേണൽ എക്സാം ആണ് എനിക്ക് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിന് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? വലത്. അപ്പൊ ഇത് ടേൺ എഡിറ്റിംഗ് ഓൺ ആണ് എങ്കിൽ നമ്മൾ നേരെ പിന്നെ ക്വിസ് ആക്ടിവിറ്റിയുടെ അടുത്ത് പോവുക. അതിന്റെ വലതുവശത്ത് ഇവിടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എഡിറ്റില് ക്ലിക്ക് ചെയ്യുക. എഡിറ്റില് ഈ എന്താണ് ഈ താഴോട്ട് ഉള്ള ട്രയാങ്കിൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ പേര് അതൊക്കെ മാറ്റാൻ പറ്റും. ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എക്സാം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്യുക, നമ്മൾ എടുത്തു വെച്ചത്. അപ്പൊ ഇവിടെ എഡിറ്റ് ക്യൂസ് എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ വലതുവശത്ത് ഒരു ഗിയർ മെനു ഉണ്ട്. ഗിയർ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന ഈ സിമ്പിളിനെയാണ് ഗിയർ മെനു എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെയോ കണ്ടന്റിന്റെയോ അതുപോലുള്ള ഏത് കാര്യത്തിന്റെയും സെറ്റിംഗ്സ് ഒക്കെ കാണുന്നത് അതിന്റെ ആ സിമ്പിളാണ് ഈ ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗിയർ മെനു എല്ലായ്പ്പോഴും സെറ്റിംഗ്സിനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള മെനുവിനെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ക്യൂസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ അവിടെയും കിട്ടും. ഓക്കെ, അതിനോടൊപ്പം കിട്ടുന്ന വേറൊരു ഓപ്ഷനാണ് പ്രിവ്യൂ. അതായത് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം പിള്ളേർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് എങ്ങനെയായിരിക്കും അവർക്ക് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും, പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് കാണണമെങ്കിൽ പ്രിവ്യൂ എടുത്ത് നോക്കാം. അപ്പൊ ഇത്രയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നില് ആ ആക്ടിവിറ്റിയിലേക്ക് പോവുക. ഏത് ആക്ടിവിറ്റിയിലും ഇങ്ങനെയാണ് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ അതില് ഗിയർ മെനുവിലേക്ക് പോവുക. അപ്പൊ ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ സെറ്റിംഗ്സ് ഒക്കെ കിട്ടും. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സെറ്റിംഗ്സിന് എഡിറ്റ് ചെയ്യാം, അതായത് ജനറൽ സെറ്റിംഗ്സ്. പിന്നെ രണ്ടാമത് ക്യൂസിനാണെങ്കിൽ എഡിറ്റ് ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. അതിൽ പോവാം. ക്യൂസ് പ്രിവ്യൂ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ശരി. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ താഴേക്ക് വരുമ്പോ മാനുവൽ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അതിന് ഒരു പ്രത്യേക ഉപയോഗമുണ്ട്. നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിന് ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളല്ലേ ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ വന്ന് നോക്കുന്നത് ഇതാണ്. ഗ്രേഡ് ചെയ്യേണ്ട സമയത്ത് ഇവിടെ വന്നിട്ടാണ് നോക്കുന്നത്, മാനുവൽ ഗ്രേഡിംഗ്. ഓക്കെ, അപ്പൊ എഡിറ്റ് സെറ്റിംഗ്സിൽ പോയി എഡിറ്റ് ക്യൂസ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എഡിറ്റ് ക്യൂസ് എടുക്കുക. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് എടുക്കാം എഡിറ്റ് ക്യൂസ്. അപ്പൊ എഡിറ്റ് ക്യൂസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെനു കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അവിടെ പോവുക, ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ കൂടെ താഴെ കിടക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്, ആഡ് ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാൻഡം ക്വസ്റ്റ്യൻ. ഈ റാൻഡം ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണ്. ഇനി ഞാൻ ഇപ്പൊ ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ കിടക്കുക. അത് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടാവും, പക്ഷെ ഇതുമായിട്ട് അസൈൻ ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ക്വിസ് പിന്നീട് എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയല്ലോ, ആ കാറ്റഗറിയെ അങ്ങ് പോയി. അപ്പൊ
അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് പോകും. അത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആ ക്വസ്റ്റ്യന്റെ കാറ്റഗറി ഏതാണെന്ന് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, തൽക്കാലം ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഓർ ഫോൾസ്, മാച്ചിങ്, ഷോർട്ട് ആൻസർ, ന്യൂമറിക്കൽ, എസ്സേ, കാൽക്കുലേറ്റഡ്. പിന്നെ അത് അത്രയും ആണ് നമുക്ക് പ്രധാനപ്പെട്ട ഇത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കുറെ സാധനങ്ങൾ വേറെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നീട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഓരോന്നിന്റെയും ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വലതുവശത്ത് എഴുതി കാണിക്കും. എന്താണ്? അലൗസ് the selection of a single or multiple responses from a predefined list. അപ്പൊ അതാണ് സാധാരണ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ. അതിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഇതിൽ കിടക്കുന്നുണ്ട് ഡിഫോൾട്ട് ഫോർ WS എന്നാണ്. ഈ WS എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിന്റെ ഒരു ID ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. അപ്പൊ അതാണ് ഈ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ID ആണ്. അപ്പൊ അതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരിക. ഇനി അതിൽ വേറെ ഓപ്ഷൻസ് വേറെ ആയിരുന്നു. നോക്കൂ, ഡിഫോൾട്ട് ഫോർ ഇന്റേണൽ എക്സാം ആണ്. അപ്പൊ ഇന്റേണൽ എക്സാം 1ന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ ഈ ഇന്റേണൽ എക്സാം നമ്മൾ എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൂടി പോകും. അപ്പൊ ആ കോഴ്സിൽ തന്നെ കിടന്നോട്ടെ, കോഴ്സ് ഉള്ളിടത്തോളം കാലം അത് അവിടെ കിടന്നോട്ടെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അതിനെ ഡിഫോൾട്ട് ഫോർ WS ഇട്ടാൽ മതി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ കുറച്ച് കാറ്റഗറീസ് അല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് വേണമെങ്കിൽ ഇടാമായിരുന്നു. ഇവിടെ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം അത് നമ്മൾ ഇപ്പൊ നോക്കണ്ട. അപ്പൊ ഡിഫോൾട്ട് ഫോർ WS, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒരു പേര് കൊടുക്കണം. എന്തെങ്കിലും ഒരു പേര്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഹൂ ഈസ് ദ ഫാദർ ഓഫ് നേഷൻ എന്നാണ് ഒരു ചോദ്യം ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഇന്ത്യസ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരു പേര് കൊടുക്കുക. അത് പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇത് പിള്ളേരൊന്നും കാണുന്നില്ല ഈ പേരെന്താണെന്നുള്ളത്. പക്ഷെ അവർ കാണുന്നത് അടുത്ത് ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്യാപിറ്റൽ ഓഫ് അപ്പൊ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് അവർ കാണാൻ പോകുന്നത്. അപ്പോ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ ഈസ്, നമുക്ക് ഡാഷ് എന്നോ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനൊരു മാർക്ക്, നമ്മൾ ഡിഫോൾട്ട് മാർക്ക്, ഇതിന് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്വിസിന്റെ മാർക്ക് എങ്ങനെയാണ് കൂട്ടുക, ടോട്ടൽ മാർക്ക്. ക്വസ്റ്റ്യനുകളുടെ മാർക്കുകൾ ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനുമാണ് ഇവിടെ മാർക്കുകൾ. ഓക്കെ, അപ്പൊ അതിനൊരു മാർക്ക് കൊടുക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ, അപ്പൊ ഒരു മാർക്ക് കൊടുക്കാം അതിന്. പിന്നെ ഇവിടെ ജനറൽ ഫീഡ്ബാക്ക്, നമ്മൾ നേരത്തെ സ്റ്റുഡന്റിന് ഫീഡ്ബാക്ക് കൊടുക്കുമല്ലോ. അപ്പോ ഇവിടെ ശരിയായിട്ട് ഇത് ചോദ്യം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഉള്ള ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ സംശയമെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇവിടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇനി ഇതിനൊരു ID നമ്പർ കൊടുക്കുക. ഇതെല്ലാം ഇപ്പോഴും ID നമ്പർ മാൻഡറ്ററി അല്ല. പക്ഷേ ഇതുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് സപ്പോസ് ഒന്നാമതിന് സിസ്റ്റം വൈഡ് ഒരു സെർച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ IDs ഒക്കെ യുണീക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. വേറെ ചില റെസ്ട്രിക്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ IDs ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ്. അപ്പൊ ഒരു നല്ല പ്രാക്ടീസ് ആണ് അതിനെ കാറ്റഗറൈസ് ചെയ്ത് എന്താണ് ID നമ്പേഴ്സ് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കുമ്പോൾ ഒറ്റ കാര്യമാണ്, ക്വസ്റ്റ്യനുകൾക്കൊക്കെ യുണീക്ക് ആയിരിക്കണം IDs. ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത ID വേറെ ആരും കൊടുക്കാൻ പറ്റില്ല. ഞാൻ സാധാരണ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ അതിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അപ്പൊ ആദ്യം ഞാൻ വർക്ക്ഷോപ്പിന്റെ ഒരു 2 ലെറ്റേഴ്സ് അതിനെ സ്പെസിഫൈ ചെയ്യാൻ എടുക്കും, WS. അടുത്ത 2 ലെറ്റേഴ്സ് ക്വസ്റ്റ്യൻ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ എടുക്കും, MC. പിന്നെ അപ്പം വർക്ക്ഷോപ്പില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ എത്രാമത്തെ നമ്പറാണ്, ഒരു 5-6 ഞാൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐഡന്റിഫയർ കൊടുത്താലും മതി. ഞാൻ സാധാരണ നമ്പേഴ്സ് ഒക്കെ ആയിട്ടാണ്. എനിക്കൊരു 5-6 നമ്പർ ആണെന്നെങ്കിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഒരു 8 ഞാൻ കൊടുക്കാം. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത് കൊടുക്കാൻ പറ്റുന്നത് 1 or multiple ആൻസേഴ്സ്. ചില ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് ഒന്നിലധികം ആൻസേഴ്സ് നമുക്ക് ഉണ്ടാവാം. ഒന്നിലധികം ആൻസേഴ്സ്, ഉദാഹരണമായിട്ട് എന്താ
ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് സപ്പോസ് മുംബൈ എന്ന് മാത്രം ഇവിടെ എഴുതിയാൽ മതി. എന്നിട്ട് ഒരു ചോയ്സ് കൊടുക്കാം, ഈസ് ഇൻ ഇന്ത്യ. വേറൊരെണ്ണം ചോയ്സ് ഈസ് ഇൻ മഹാരാഷ്ട്ര എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ശരിയാണ്. അപ്പൊ നമുക്ക് അവരോട് പറയാം എല്ലാ ഉത്തരങ്ങളും ശരിയായിട്ടുള്ള ഒന്നോ ഒന്നിലധികമോ ചോയ്സസ് ക്ലിക്ക് ചെയ്യാന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ ഓർ മൾട്ടിപ്പിൾ ആൻസേഴ്സ്. മൾട്ടിപ്പിൾ ആൻസേഴ്സ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതനുസരിച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സപ്പോസ് ഞാനാണെങ്കിൽ 2 എണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ 2 ശരിയുണ്ടെങ്കിൽ 2 ചെയ്ത ആളിന് ഫുൾ മാർക്ക് കൊടുക്കാം. അപ്പോ 2 മാർക്കൊക്കെ ആക്കും. അപ്പൊ ഒരെണ്ണം ചെയ്തവന് ഒരെണ്ണം 1 മാർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചെയ്തവന് 0.5 മാർക്ക് കിട്ടും. 2 ചെയ്താൽ മാത്രമേ അവന് 1 മാർക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ കമ്പയർ ടു മറ്റു ചോദ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ, സിംഗിൾ ആൻസറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 എണ്ണം ശരിയായിട്ട് ചെയ്യുന്ന ആള് 2 മാർക്ക് കിട്ടുന്നതല്ലേ ശരി. ഓക്കെ, അപ്പൊ ഇവിടെ സിംഗിൾ ആൻസർ നമുക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യാം. ഇനി അടുത്തത് നമ്പർ ദ ചോയ്സസ് എന്നുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒന്നാമത്തെ ചോയ്സിന് നമ്പർ 1, 2, 3 പിന്നെ ഒന്നാമത്തെ ചോയ്സ് രണ്ടാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞു കൊടുക്കണോ അതോ ABC എന്ന് കൊടുക്കണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. സാധാരണ ഈ മൾട്ടിപ്പിൾ ചോയ്സസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ നമ്പർ കൊടുക്കുന്നത് എനിക്ക് ആലോചകമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ സാധാരണ കൊടുക്കുന്നത് നോ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്പർ വേണ്ട, അതിന്റെ തൊട്ടടുത്ത് പിന്നെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു മാർക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഷോ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ വെദർ ടു ഷോ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അത് ഉദാഹരണത്തിന് ഇവിടെ ഒരു ആൻസർ മാത്രമുള്ളതെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ അവിടെ എഴുതി കാണിക്കാം. സെലക്ട് 1 ആൻസർ ഓൺലി, അല്ലെങ്കിൽ 1 ചോയ്സ് ഓൺലി, അല്ലെങ്കിൽ സെലക്ട് 1 or more കറക്റ്റ് ചോയ്സസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ യെസ് കൊടുക്കാം. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആംബിഗ്വിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷാ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടുമില്ല. ഇനി അടുത്ത ആൻസർ കൊടുക്കുക. ആൻസറുകൾ ആണ് നമ്മളിവിടെ കൊടുക്കുക. ചോയ്സ് 1 ഏത് ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് എന്ത് കൊടുക്കണം എന്നൊക്കെയുള്ളതാണ്. അതുകൊണ്ട് പേടിക്കുക, ഇത് ആദ്യം കൊടുക്കുന്നത് തന്നെ ആദ്യമായിട്ട് ചോയ്സ് ആയിട്ട് അതിൽ വരത്തില്ല, അത് ഷഫിൾ ചെയ്തിട്ടൊക്കെ വരുള്ളൂ ചോയ്സസ്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമില്ല. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഷഫിൾ ദ ചോയ്സസ് എന്ന് പറഞ്ഞ മോഡൽ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഷഫിൾ ചെയ്തിട്ട് ആൻസർ വരുള്ളൂ. ധനി ടീച്ചറെ ഒരു സെക്കൻഡ്, ഞാൻ ഒരു സെക്കൻഡിൽ ഞാൻ വരാം. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തോളൂ വീഡിയോ. നമ്പർ ഓഫ് ചോയ്സസിന് നമ്പർ ദ ചോയ്സസിന് നമ്മൾ വേണ്ട, നോ നമ്പറിംഗ് എന്ന് കൊടുത്തു. ഇനി സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി ചോയ്സസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ആ ചോയ്സസ് ഷഫിൾ ചെയ്ത് വരും. കാര്യം എന്താണ്, നമ്മൾ ഇവിടെ ഷഫിൾ ചെയ്യുന്നതിന് ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദ്യം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ്, നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഫസ്റ്റ് ന്യൂഡൽഹി. അപ്പൊ അത് കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 100% മാർക്ക് അതിൽ വരണം. അതാണ് ഈ ഗ്രേഡ് 100% എന്നാണ് നമ്മൾ കൊടുക്കുക. കാരണം ഇവിടെ മാക്സിമം മാർക്ക് എന്നുള്ളത് ഇവിടെ പറയും. 5 ആണ് ഞാൻ ഇവിടെ ഇട്ടിരുന്നെങ്കിൽ ഇത് ശരി ഉത്തരമാകുമ്പോൾ അയാൾക്ക് 5 കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ പെർസെന്റ് വെച്ചിട്ടാണ് പറയുക. ഓക്കെ, അപ്പൊ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം, എക്സലന്റ്. അപ്പൊ ആ കുട്ടി കൃത്യമായി എഴുതിയെങ്കിൽ അയാളുടെ ഫീഡ്ബാക്കിൽ പോകുമ്പോൾ അവിടെ എക്സലന്റ് എന്ന് എഴുതി കാണിക്കും. അപ്പോ അത് ഇനി രണ്ടാമതൊരു വേറൊരു ചോയ്സ് കൊടുക്കാം, തിരുവനന്തപുരം. അപ്പൊ ഗ്രേഡ് നൺ ആണ്, കാരണം ഇത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നണ്ണിലേക്ക് കൊടുത്താൽ മതി. നണ്ണാണോ ഡിഫോൾട്ട് ആയിട്ട് അടുത്തതിലേക്ക് വന്നിട്ടുണ്ടാവുക. മൂന്നാമത്തെ ചോയ്സ് മുംബൈ. അടുത്ത നാലാമതൊരു ചോയ്സ് കണ്ടെത്തണമെങ്കിൽ ചെന്നൈ. 5, 6 ഒക്കെ കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനിയും ഒരു 3 ചോയ്സും കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക്സ് ഫോർ 3 ചോയ്സസ് എന്ന് പറഞ്ഞാൽ 3 more ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുറച്ച് ബ്ലാങ്ക് ചോയ്സസ് ഇവിടെ വരും. ഇതിൽ എത്ര എണ്ണമാണോ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്, ഇവിടെ നോക്കും 4 എണ്ണം കഴിഞ്ഞ് ഞാൻ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതൊന്നും തന്നെ ക്വസ്റ്റ്യനിൽ കാണിക്കില്ല. ഞാൻ ഫില്ല് ചെയ്ത ചോയ്സസ് മാത്രമേ ചോദ്യം കാണുമ്പോൾ കാണിക്കുള്ളൂ. ഓക്കെ, അത്രയാണ്.
ഇവിടെ ഇത്രയും മതി, മൾട്ടിപ്പിൾ ചോയ്സസിൽ ഇത്രയും ചെയ്യാനേ ഉള്ളൂ. ഇവിടെയൊക്കെ മൾട്ടിപ്പിൾ ട്രൈസ് അതിന് പെനാൽറ്റി കൊടുക്കണമെന്നുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ട്രൈസ് ഒന്നും ഇതിന് അലോ ചെയ്യാത്തതുകൊണ്ട് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് മൾട്ടിപ്പിൾ ട്രൈസിനാണെങ്കിൽ നമുക്ക് പെനാൽറ്റി കൊടുക്കാം. ഓരോ തവണ ചെയ്യുമ്പോഴും ഇത്രയും ശതമാനം മാർക്ക്, ഇൻകറക്റ്റ് ട്രൈസിനൊക്കെ ഇത്രയും മാർക്ക് കുറയ്ക്കണം എന്നുള്ളതൊക്കെ ചെയ്യാം. തൽക്കാലം അത് നമുക്ക് ഇവിടെയൊന്നും വേണ്ട. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേവ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ്. അതിന്റെ താഴെ സേവ് ചേഞ്ചസ് ഉണ്ട്. സേവ് ചേഞ്ചസ് തന്നെയാണ് നമ്മൾ അടുത്തതിലേക്ക് പോവുകയുള്ളൂ, വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റും. എനിക്കിത് കണ്ടിന്യൂ എഡിറ്റ് ചെയ്യണം. കാര്യം എന്താ അറിയോ, ഇനി ക്വസ്റ്റ്യൻ ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പ്രിവ്യൂ ചെയ്യും. പ്രിവ്യൂ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ അങ്ങ് ചെയ്യാം. അപ്പൊ കുറച്ച് സമയം ലാഭിക്കാം, തിരിച്ചു പോയി 1-2 ക്ലിക്കുകളൊക്കെ ഒഴിവാക്കി വരാം. അതുകൊണ്ട് സേവ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി നമ്മൾ താഴെ വരുമ്പോൾ പ്രിവ്യൂ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതേണ്ടോ, ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. പ്രിവ്യൂ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ സ്റ്റുഡന്റിന് പ്രസന്റ് ചെയ്യപ്പെടുന്നത് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തു, അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റിയത്. നോക്കൂ, ഇടതുവശത്ത് ഇങ്ങനെ ഉണ്ടാവും ക്വസ്റ്റ്യൻ 1. ഇവിടെ ഇപ്പൊ സ്റ്റാറ്റസ് ആണ് ചെയ്യുന്നത്, നോട്ട് യെറ്റ് ആൻസർഡ്, മാർക്ക് ഔട്ട് ഓഫ് 1, അതൊക്കെ ഉണ്ടാവും. കുട്ടിക്ക് ഇത് കാണാൻ പറ്റും. ഇത് ഇത്രയും ഉണ്ട്. ഇത്രയും 4 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസിന്റെ ഇടയിൽ എന്തുണ്ടാവും, ഇടതുവശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഇതുണ്ട്, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ചോയ്സ് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ കുട്ടിക്ക് ഇങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുക. സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു, സബ്മിറ്റ് ആൻഡ് ഫിനിഷ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഉടനെ റെസ്പോൺസ് ഇങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഫോൾട്ട് റെസ്പോൺസ് ഒക്കെ അതിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓരോ ആൻസറിന് ശേഷവും ഓരോ റെസ്പോൺസ്, സ്പെസിഫിക് റെസ്പോൺസ് കൊടുക്കാം, ജനറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ കുട്ടി കാണുന്നത് ഇങ്ങനെ മാർക്ക് 0 ഔട്ട് ഓഫ് 1 എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ അറ്റംപ്റ്റിന്റെ ഇടയിൽ തന്നെ കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ ഉടനെ ഇത് കാണും. പക്ഷെ നമ്മള് ക്വിസ് കഴിഞ്ഞതിന് ശേഷം മാത്രം, ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ അയാൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും, മാർക്ക് 0 ഔട്ട് ഓഫ് 1. എന്നിട്ട് താഴെ എന്താണ്, യുവർ ആൻസർ ഈസ് ഇൻകറക്റ്റ്, കറക്റ്റ് ആൻസർ ഈസ് ന്യൂട്രലി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് പ്രിവ്യൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. നൗ ക്ലിക്ക് സേവ് ചേഞ്ചസ്. നമ്മൾ തിരിച്ച് അവിടേക്ക് തന്നെ പോയി. എവിടെയാണ് എഡിറ്റ് ക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക്. അവിടെ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എന്തുണ്ട്, ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം, ആഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ന്യൂ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഇപ്പൊ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് സെലക്ട് ചെയ്യുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കാറ്റഗറി വൈസ് ആണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, ഇവിടെ കാറ്റഗറി സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കോഴ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 4 വർക്ക്ഷോപ്പ് 2021 GCK, അതാണ് എന്റെ ഈ കോഴ്സിലെ ഏറ്റവും ഹയർ ലെവലിലുള്ളത്. അതിലുള്ള എന്ന് വെച്ചാൽ ഈ കോഴ്സിൽ വേറെ ഏതൊക്കെ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടോ അതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്കിലുണ്ട്, അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് ലെവലിൽ പോവുക. പിന്നെ ഇവിടെ ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യാം. നമുക്കിപ്പോ സപ്പോസ് ഞാൻ ഫാദർ ഓഫ് നേഷനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാല് അത് കാണുന്നില്ല അല്ലേ. ഇത് ടാഗ് ഫിൽറ്റേഴ്സ് ആണ്. ടാഗ് ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അതിൽ വരാത്തത്. ഫിൽറ്റർ ബൈ ടാഗ്സ് ആണ്. ടാഗ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. അത് പിന്നെയും കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തൽക്കാലം ഇതിപ്പോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയെടുക്കാനേ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടിരുന്നതാണ്. അതിൽ ഞാൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കണ്ടെത്താൻ നോക്കുകയാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആണോ എന്നൊക്കെ ഉള്ളതിന് ഇവിടെ കുറെ സിമ്പിൾസ് ഇവിടെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാണാം, അത് കാണിച്ചു കാൽക്കുലേറ്റഡ് ടൈപ്പ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സിന്റെ സിമ്പിൾ ഏറ്റവും ഇതാണ്. അതെ, മൾട്ടിപ്പിൾ ചോയ്സ് ഇങ്ങനെയാണ് കാണിക്കുക. അപ്പൊ അതിൽ പോവാ, ഞാൻ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തു, ക്ലിക്ക് ചെയ്യുക, അതിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ എനിക്ക് സപ്പോസ് വേറെ ഒരു എസ്എ ക്വസ്റ്റ്യൻ വല്ലതും വേണമെന്നിരിക്കട്ടെ. ഇവിടെ നോക്കൂ, ഞാൻ ആഡ് ചെയ്തപ്പോ തന്നെ അതിൽ കുറച്ച് ഐഡീസ് കൊടുത്തിരുന്നു. ഈ ഐഡീസ് എന്ന് പറഞ്ഞത്
ഇവിടെ കാണിക്കുന്നുണ്ട്, ഈ നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള നിറത്തിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഐഡീസിനെ കുറിച്ച് നേരത്തെ എങ്ങനെയാണ് ഞാൻ അത് ഇട്ടതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇതിൽ നോക്കി അറിയാൻ പറ്റും. പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഞാൻ ക്വസ്റ്റ്യന്റെ നെയിം കൊടുത്തല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഈ വലതുവശത്തേക്ക് കാണിക്കുന്നത്. അപ്പൊ ഇത് നോക്കി നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. ഇനിയും സംശയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രിവ്യൂ എന്താണ് ആ ചോദ്യം എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അപ്പൊ അങ്ങനെ നമുക്ക് അത് നോക്കി സെലക്ട് ചെയ്യാം ഓരോന്നും. ഓക്കെ, തൽക്കാലം ഞാൻ 1-2 ഇങ്ങോട്ട് സെലക്ട് ചെയ്തോട്ടെ. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഏതൊക്കെ സെലക്ട് ചെയ്തു, ഒരു എസ്സേ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു ഫാദർ ഓഫ് നേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ആഡ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ടു ദ ക്യൂസ്. നോക്കൂ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തു തന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേജ് വൈസ് അത് ചെയ്തിട്ടുണ്ട്. 2 വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റിംഗ്സ് മാറ്റാം. ഇവിടെ റീപാജിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഈ പേജ് സെറ്റിംഗ്സ് ഒക്കെ മാറ്റാൻ പറ്റും. തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യം. ഈ സിമ്പിളിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റാൻ പറ്റും, നീക്കാം, അതിന്റെ പൊസിഷൻ മാറ്റാം. ഓക്കെ, അതാണ് അതിന്റെ ഉപയോഗം. അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിടാം, കണ്ടോ? അപ്പൊ ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച് ഇപ്പുറത്തിടാം, എന്നിട്ട് ഇയാളെ പിടിച്ച് മുകളിലിടാം. അപ്പൊ അങ്ങനെയൊക്കെ പിടിച്ച് മാറ്റാനുള്ള ഒരു ഹാൻഡിലാണ് ഈ സാധനം. അതിലേക്ക് പോവുക, അത് പിന്നെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻസ് കാണിച്ചു തരും, അവിടേക്ക് കൊണ്ടിടാം. അപ്പൊ എനിക്ക് ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഓരോന്നിനും ഓരോ സെക്ഷൻ ഹെഡിങ്സ് കൊടുക്കാം. ആദ്യത്തെ പേജ്, ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തുടക്കത്തിൽ ഇവിടെ ഒരു സെക്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു പെൻസിലിന്റെ ഒരു സിമ്പിൾ ആണ്. പെൻസിൽ എല്ലായ്പ്പോഴും നമുക്ക് ടെക്സ്റ്റ് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു സെക്ഷന്റെ സിമ്പിൾ ആണ്. സെക്ഷൻ ഒരു പേര് കൊടുക്കാനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കാം, ഞാനൊരു കൊടുത്തോട്ടെ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഫീൽഡ് വരും. അപ്പൊ നമുക്ക് കൊടുക്കാം മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ, ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കാണാനൊന്നും പറ്റത്തില്ല. അവർക്ക് കാണുന്ന ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ നമ്മൾ ഈ ആഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ, അതില് വന്നിട്ട് ന്യൂ ക്വസ്റ്റ്യനില് താഴെ വന്നിട്ട് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ അങ്ങ് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ സാധാരണ ഇത് ചെയ്യാറില്ല, അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അത് ചോദ്യമല്ല, അതിന് ഗ്രേഡ് ഉണ്ടാവില്ല, ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാന്നുള്ളതാണ് ഒരു. ഓക്കെ, അടുത്ത ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പേജ് അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഇതിനൊക്കെ 1 മാർക്കാണോ, ഇതിന് 2 മാർക്ക്. അപ്പൊ ഇതിനെ പിടിച്ച് നമുക്ക് താഴേക്ക് കൊണ്ടുവന്നിട്ട്, ഇല്ല ഇതിന് മാർക്ക് എത്രയാ, അതിന് 2 മാർക്കാണ്. 1 മാർക്കിന്റെ ചോദ്യം ഇതാണ്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ എടുത്ത് ഇവിടെ കൊണ്ടുവരാം. അടുത്ത് ഇവരൊക്കെ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ ഇവരെയൊക്കെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാം. ഇല്ല, 1 മാർക്കിന്റെ ചോദ്യം ഇനിയുണ്ട്. 1 മാർക്കിന്റെ ചോദ്യം രണ്ട് മാർക്ക് 10 മാർക്കൊക്കെ താഴേക്ക് കൊണ്ടുവരാം.
ഓക്കെ ഓക്കെ. എന്നിട്ട് ഇതാ ഇവിടെ ഒരു പേജ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ കാരണം ഇതൊക്കെ ബാക്കി 2 മാർക്കിന്റെയും 10 മാർക്കിന്റെയും ആണ്. ഇവിടെ ഒരു പേജ് ബ്രേക്ക്, ഈ ഇടതുവശത്ത് വേണമെന്നാണ് പേജ് ബ്രേക്ക് ഇടാനാണ്. ഇതൊക്കെ ജസ്റ്റ് ലേ ഔട്ട് ആണ്. ഇത് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് അഡീഷണലി എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മതി. ഇവിടെ ഓരോ സൈഡിലും വന്നിട്ട് നമുക്കൊരു ന്യൂ സെക്ഷൻ ഹെഡിങ് കൊടുക്കാം. ആണോ, ന്യൂ സെക്ഷൻ ഹെഡിങ് കൊടുത്താൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഒരു പേര് കൊടുക്കുക. സോ എസ്എ ക്വസ്റ്റ്യൻ എന്നോ, ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്ക് കാണാൻ പറ്റില്ല, ജസ്റ്റ് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാല് ഇത്രയും അതിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെട്ടു. ടോട്ടൽ മാർക്സ് ഇവിടെ മുകളിൽ നോക്കൂ, 16 വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ വലതുവശത്ത് ഓരോ ചോദ്യത്തിന്റെയും മാർക്കുകൾ ആഡ് ചെയ്തിട്ടെടുത്താണ്. 10 ഇവിടെ ഒരു മാർക്കിന്റെ 2 എണ്ണം ഉണ്ട്. ഇതിനെ പിടിച്ച് വേണമെങ്കിൽ മുകളിൽ കൊണ്ടിടാമായിരുന്നു. ഞാൻ 1 മാർക്കിന്റെ അല്ല, 1 മാർക്കിന്റെ ആണല്ലോ തുടക്കത്തിൽ ഇടുന്നത്. അപ്പൊ 4, 6, 16 മാർക്ക്, അങ്ങനെയാണ് ഈ ടോട്ടൽ മാർക്ക് വന്നത്. അപ്പോ ഇവിടെ ഒരു പിന്നെ മാക്സിമം മാർക്ക് 10 എന്നുള്ളത്, അപ്പൊ എനിക്കിവിടെ കാറ്റഗറി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ മാർക്സ് 16 ഇവിടെ നമുക്ക് മാക്സിമം ഗ്രേഡ് എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 16 അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം, സേവ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് നേരെ തിരിച്ചു പോകാം, ഇന്റേണൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇന്റേണൽ എക്സാമിലേക്ക് വന്നു. ഇനി ക്വിസ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് അറ്റംപ്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ റീപാജിനേറ്റ് ചെയ്തു. അവിടെ എന്താണ്, എനിക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂട്ടി വെച്ച് ഓരോ പേജിലേക്കും അവിടെ ഞാൻ പിടിച്ചിട്ടിരുന്നു ക്വസ്റ്റ്യൻസിനെ. അതുകൊണ്ടാണ് ഈ 4 എണ്ണം അവിടെ കാണിക്കുന്നത്. ആദ്യത്തെ സെഷൻ മൊത്തം കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത 5ാമത്തത് മുതൽ അടുത്ത 2 മാർക്കിന്റെ ചോദ്യമാണ്. കണ്ടോ, അവിടെ ഒരു ന്യൂ സെഷൻ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പുതുതായിട്ടൊരു ഇത് ചെയ്താണ്. അതിന് 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത എസ്എ ക്വസ്റ്റ്യൻസ് ഈ വലതുവശത്ത് ഇങ്ങനെയാണ് കുട്ടികൾ കാണുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. ഇതിൽ ഞാൻ ഒരേ ഒറ്റ ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഈ ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച്. അപ്പൊ ഇതിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ ഉത്തരം ഇവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ലാസ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ ഫിനിഷ് അറ്റംപ്റ്റ് വരും. ഇവിടെ ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മറി ആയിരിക്കും വരിക. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ജനറൽ ആയിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. അത് കഴിഞ്ഞാൽ എനിക്കൊരു റിപ്പോർട്ടൊക്കെ കിട്ടും, ഏതൊക്കെ തെറ്റി. ഞാൻ ഒന്നും ചെയ്തില്ല, അറ്റൻഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനും ഇത് ചെയ്യാനും കഴിയും. അപ്പൊ ഇതാണ് ജനറൽ